നന്ദി പറയാൻ വേണ്ടിട്ട് വിളിച്ചില്ല നിങ്ങള്. അല്ല നിങ്ങൾ കുട്ടികളോട് നടക്കുന്നത് അടുത്ത ഭരണസമിതിയിലാണ് നിങ്ങൾ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്. പ്രവേശനോത്സവത്തിന്റെ നടപടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഭരണസമിതി അടക്കമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഇതിന്റെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴായിരുന്നു ഇതിനെതിരെ പ്രവേശനത്തിൽ BRC കുട്ടികളെ ഉൾപ്പെടുത്താൻ കഴിയില്ല, പ്രവേശനം കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ വീണ്ടും അവിടെ ചർച്ച വരികയും അതിനുശേഷം പ്രതിപക്ഷത്തെ ആൾക്കാർ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BRC കുട്ടികളെ ഉൾപ്പെടുത്തണം എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം മാത്രമാണ് വരുന്നത്. എന്താ പറയുക, BRCയിലെ കുട്ടികളും ബഡ്സിലെ കുട്ടികളും ഒരുമിച്ച് പഠിക്കുന്നത് കൊണ്ട് ഒരു പ്രയാസവുമില്ല. അതിൽ ഒരു പ്രയാസവും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അതും ഇവിടുത്തെ ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇവിടുത്തെ രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇവിടെ പഠിപ്പിക്കണം എന്ന നിലയിലുള്ള നിലപാട് തന്നെയാണ് ഇവിടുത്തെ രക്ഷിതാക്കളും പ്രതിപക്ഷവും എല്ലാം സ്വീകരിക്കുന്നത്. 2-2.5 വർഷക്കാലമായി ഇവര് ബഡ്സിലെ കുട്ടികളെ മാത്രം, ഇന്ന് എത്ര ബഡ്സിലെ കുട്ടികളുണ്ടെന്ന് വെച്ചാൽ വിരലിലെണ്ണാൻ 5 കുട്ടികൾ പോലുമില്ല. BRC കുട്ടികളും കൂടെ കൂടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഈ കുട്ടികളെ ഒഴിവാക്കാൻ ഇവരെ കൊണ്ട് എങ്ങനെ സാധിച്ചു? ഇത്ര എല്ലാം കരഞ്ഞെന്നൊരാളിച്ചു. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇന്ന് കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ കുട്ടികളാണ്ട് അവിടെ തളർന്ന് കരഞ്ഞിരിക്കുന്നു. ആരും ഇതിന് ഉത്തരവാദിത്തം പറയും? ഓരോ രോഗം പിടിച്ചു പോയാല് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇവര് സ്കൂൾ പണിതത് ഇവരല്ല, ഈ കെട്ടിടങ്ങളെല്ലാം സ്ഥാപിച്ചത് ഇവരല്ല. അപ്പം ഈ കുട്ടികളെയും കൂടെ ഇത്ര വർഷം നോക്കിക്കൊണ്ട് പോയ പോലെ ഈ കുട്ടികളെയും കൂടെ ഇവരൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റിയാലാത്തവര് എന്തിന് ഈ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ് ഈ ഭരണസമിതിയിൽ ഇരിക്കുന്നു? ഞങ്ങളുടെ കുട്ടികളെ ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുകയല്ല. എന്തിനിവർ വന്നു? നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മളാ തീരുമാനിക്കുന്നത്, അല്ലാതെ വരുന്നവരും പോകുന്നവരും അല്ല. നമ്മളാണ് നോക്കേണ്ടത്. അപ്പം നമ്മുടെ കടമ, നമ്മുടെ ഇഷ്ടം എന്താണോ അത് പഞ്ചായത്ത് ഭരണസമിതി നടത്തി തരിക. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ നിൽക്കുക, ഇല്ല പോകുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പ്രതിപക്ഷമുണ്ട്, നിങ്ങൾ മാത്രം ഭരണസമിതി മാത്രം നടത്തിയാൽ മതി ഈ പരിപാടി. രാവിലെ ആശംസയാണ്, നന്ദി പറയാൻ വേണ്ടിട്ട് വിളിച്ചില്ല നിങ്ങള്. അല്ല നിങ്ങൾ കുട്ടികളോട് നടക്കുന്നത് അടുത്ത ഭരണസമിതിയിലാണ് നിങ്ങൾ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്. ഇതെന്ത് ന്യായമാണ്? ഒരു കാലത്തും ഒരു ബഡ്സ് സ്കൂളിൽ 2 വർഷത്തെ അംഗീകാരം ഒരു ഏജൻസി നൽകാറില്ല. നിയമം അറിയില്ലെങ്കിൽ പഠിക്കുന്ന സമയത്തേട്ടാ എങ്ങനെയാണ് ബഡ്സ് ഹാബിറ്റേഷൻ ഇവിടെ
എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കുട്ടികളെ ഒരുമിച്ച് നിർത്താൻ കഴിയില്ല, അത് ഭയങ്കര പ്രശ്നമാകും എന്ന രീതിയിലൊരു സംസാരമായിരുന്നു പ്രസിഡന്റ് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ടീച്ചേഴ്സാണ്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഈ കുട്ടികളോട് അടുത്ത് ഇടപെടുന്ന ഒരു ടീച്ചേഴ്സാണ്. ടീച്ചറെ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 3 വർഷമായി നമ്മൾ ബഡ്സ് സ്കൂൾ തുടങ്ങി, ബഡ്സ് BRC സെൻറ്റർ തുടങ്ങിയിട്ട്. അത് കോയിപ്രയിൽ ഒരു റെൻറ്റിൽ കെട്ടിടത്തിലായിരുന്നു ആദ്യം നമ്മൾ തുടങ്ങിയത്. അവിടെ ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. മഴ വരുമ്പോൾ ചോർന്നൊലിക്കുന്നത്, ഒറ്റ ബാത്റൂം മാത്രമുള്ളത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുട്ടികളെയും കൊണ്ട് പുതിയൊരു കെട്ടിടം വന്നപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് കുട്ടികളും ഞങ്ങളും വരാൻ തയ്യാറായത്. അപ്പോൾ ഇവരിവിടെ പറയുന്നത് BRC കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മേലെ പ്രായമുള്ള കുട്ടികളും ബഡ്സ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമാണ്. ഇങ്ങനെ ഈ 2 കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് BRCയിലുള്ള കുട്ടികളെ ഒഴിവാക്കുകയും ആകെ 8 കുട്ടികൾ മാത്രമുള്ള ബഡ്സ് സ്കൂൾ ഇവിടെ തുടങ്ങാനുമാണ് അവരുടെ പ്ലാൻ. തൽക്കാലത്തേക്ക് മാറ്റുന്നു. തൽക്കാലത്തേക്ക് മാറ്റിയാലും ഈ കുട്ടികളുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ റൂം തന്നെ 600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂമാണ്. ഇതുപോലെ 3 ക്ലാസ് റൂം, വേറെ 2 ക്ലാസ് റൂമും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഹാളുണ്ട്. അപ്പുറത്തെ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററുണ്ട്. 2 ബാത്റൂമുണ്ട്. ആൺകുട്ടികൾക്ക് ഒരു ബാത്റൂമും പെൺകുട്ടികൾക്ക് ഒരു ബാത്റൂം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാനുണ്ട്. ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ഇവർ ഈ കുട്ടികളെ ഒഴിവാക്കുന്നതിൻ്റെ കാരണമാണ് നമുക്ക് മനസ്സിലാവാത്തത്. അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പണികൾ പൂർത്തിയായിട്ടില്ല, അത് സത്യം തന്നെയാണ്. കിച്ചൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. നമ്മൾ അവിടെ കിച്ചൺ 3 വർഷം മഴവെള്ളത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആയമാർക്കോ കുക്കിനോ ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. അവർ വളരെ സന്തോഷത്തോടെ സമയാസമയങ്ങളിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നവരാണ്. ഇത്രയും സൗകര്യമുള്ളിടത്ത് ഈ കിച്ചൻ്റെ ഒരു വർക്ക് ഒന്നെങ്കിൽ ഫിസിയോതെറാപ്പി സെൻ്ററിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ബഡ്സ് ക്ലാസ് അങ്ങോട്ട് മാറ്റാം. ഈ ഒരു ക്ലാസ് റൂം വേണമെങ്കിൽ കിച്ചണായിട്ട് ഉപയോഗിക്കാം. നമ്മൾ തീയും ഒന്നും കത്തിച്ചുകൊണ്ടുള്ളതല്ല, വിറകടുപ്പല്ല, ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ ഒരു നഷ്ടവും ഒരു കേടും ഈ കെട്ടിടത്തിന് വരാത്ത രീതിയിൽ അവർ ഭക്ഷണം തയ്യാറാക്കി തരാൻ തയ്യാറുമാണ്. എന്നിട്ടും അവരെ ഒഴിവാക്കുകയും ചെയ്തു. ആകെ 8 കുട്ടികൾക്ക് വേണ്ടി ഒരു ടീച്ചറിനെ വെച്ചുകൊണ്ട് അവർ ഈ സ്കൂൾ നടത്താൻ പോവുകയാണ്. ഈ നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ തന്നെ 27 കുട്ടികളുണ്ട് ഈ ബഡ്സും BRCയും തമ്മിൽ ഒന്നിച്ച് പോന്നു കഴിഞ്ഞാൽ. ഈ 27 കുട്ടികളെ പോലും കൂടി അവർ പരിഗണിക്കുന്നില്ല. പിന്നീട് നമ്മുടെ സ്കൂളിൽ 44 കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ട്. പടിയൂർ പഞ്ചായത്ത്, ഉളിക്കൽ പഞ്ചായത്ത്, ഏരുവേശി പഞ്ചായത്ത്, ഇങ്ങനെ പുറത്തുനിന്നുള്ള 3 പഞ്ചായത്തിലെ കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരുന്നവരാണ്. അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ ഫണ്ട് തരാമെന്ന് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഫണ്ട് അതാത് പഞ്ചായത്ത് തരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അതൊന്നും ഇവർ മനസ്സിലാക്കാതെ ആണ് ഇവിടെ ഇപ്പോൾ പെരുമാറിയിട്ട് പോയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ജോലി ഇവിടെ ഇല്ല. ഞാൻ 35 വർഷമായിട്ട് ഈ സ്കൂളിലല്ല, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ബഡ്സ് സ്കൂൾ തുടങ്ങുന്നതിന് തുടക്കക്കാരി എന്ന നിലയിൽ സാജു സാർ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാനാണ് ആവശ്യപ്പെട്ടത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ ടീച്ചറെ എന്നോട് ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞത് ബഡ്സ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് സാമൂഹ്യനീതി വകുപ്പിൻ്റെയും ജില്ലാ മിഷൻ്റെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും സാറേ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ സ്കൂള് ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ SSIയിൽ മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. 18 വർഷം SSI ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പയ്യാവൂർ പഞ്ചായത്തിൻ്റെ ചാർജ് ആയതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് സാറിനോട് സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഇവിടുന്ന് ഈ ഒരു സ്കൂള് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ നിയമിച്ചത്. ഇപ്പം ഈ 3 വർഷം കഴിഞ്ഞപ്പം ഞാനിവിടുന്ന് ഔട്ടായിട്ടുണ്ട്. ഞാൻ എവിടെ പോകും? 53 വയസ്സായി. ഇനി എനിക്ക് തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ ഒരു തൊഴിൽ എടുത്ത് ജീവിക്കാനോ ഒന്നും പറ്റില്ല. എനിക്ക് 3 മക്കളുണ്ട്, ഒരു ഹസ്ബൻഡുണ്ട്. എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളുമുണ്ട്, പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നെ പുറത്താക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ ഇവർ തീരുമാനിക്കുന്നത്. അതും അവർ റിട്ടേണായിട്ട് തന്നിട്ടില്ല, ഒരു വാട്സപ്പ് മെസ്സേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ മീറ്റിങ്ങിൽ ഈ ടീച്ചറിനെ ഇവർ ഏതായാലും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ടീച്ചറിനോട് ടീച്ചറല്ലേ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? അതിന് പോലുള്ള ഒരു അവസരം ഈ ടീച്ചർക്ക് കൊടുത്തിട്ടില്ല. ഇവർ പിന്നെ ഇതെന്താ ഭരണസമിതി മീറ്റിംഗ് പോലെയാണ് നടത്തിയിട്ട് പോകുന്നത്. അവർ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാനോ
മറുപടി തരാനോ തയ്യാറാവാതെ ഇറങ്ങിപ്പോയത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ എത്ര സൗകര്യമില്ലെന്ന് പറഞ്ഞാലും BRC കുട്ടികളും ബഡ്സ് കുട്ടികളും ഒന്നിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ അങ്ങനത്തെ കുട്ടികളല്ല. ഒരുപക്ഷെ പുറമേ നിന്നുള്ളവർ ഈ കുട്ടികളെ മിസ്യൂസ് ചെയ്യാതിരിക്കാം. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ തമ്മിൽ സ്നേഹം എന്നുള്ള ഒരു വികാരമല്ലാതെ മറ്റൊരു വികാരവും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലില്ല. അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? ആ ഒരു പ്രശ്നമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല. ഞങ്ങൾ 2 ടീച്ചേഴ്സുണ്ട്, 3 ആയമാരുണ്ട്. ഞങ്ങൾ മാനം നോക്കി നിൽക്കുമൊന്നുമല്ല. ഞങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കാനും ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ദിവസം 9:30 മുതൽ 4 മണി വരെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ വേറെ ഒരു പരിപാടിക്കും പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഒന്നിച്ചിരുന്ന പ്രശ്നം ഉണ്ടാവുമെന്ന് ഇവർ പറയുന്നത്? അതിലെനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളെയാണ് ഇവർ മോശമാക്കി കാണിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ മോശമാക്കി കാണിച്ചിരിക്കുന്നു. ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങളെ മോശമാക്കി കാണിക്കാൻ ഇവർക്ക് എന്താ അവകാശമുള്ളത്? ഇവർ കുട്ടികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? 35 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് ഒരു ഭിന്നശേഷി കുട്ടി മറ്റൊരു ഭിന്നശേഷി കുട്ടിയെ ഉപദ്രവിക്കുകയോ മിസ്യൂസ് ചെയ്യുകയോ ഗർഭിണിയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുറമേ നിന്നുള്ളവർ ഇവരെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അല്ലാതെ ഇവിടെയുള്ള ഒരു ഒറ്റ കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത ഒരു തൊടൽ പോലും ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും സഹോദരങ്ങളെ പോലെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ ഉള്ള കുട്ടികളോടും പേരൻസിനോടും ചോദിക്കാം. ഏതെങ്കിലും പേരൻസ് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം.